ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രനും വന്നത് എന്ന് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 19 അധ്യായം 9-10 വാക്യങ്ങൾ. ഒരു വലിയ മാനസാന്തരത്തിൻ്റെ ചിത്രമാണ് ചുങ്കക്കാരനായ സക്കായിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലൂക്കോസ് 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ധനത്തിൻ്റെ ആർത്തിയുള്ള പിടിച്ചുപറിക്കാരനായ ഒരു ഇൻകം ക്ലാസ് ഓഫീസർ കർത്താവിനെ കണ്ടെത്തിയപ്പോഴുള്ള മാറ്റം എത്ര വലുതാണ്. യേശുക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ച സക്കായിയുടെ ജീവിതത്തിന് വലിയ രൂപാന്തരം ഉണ്ടാക്കുന്നതിന് വഴിതെളിച്ചു. അവൻ്റെ അസ്വസ്ഥമായ ജീവിതം സന്തോഷത്തിൻ്റെ മഹാസാഗരമായി മാറി. പല രീതിയിലും സക്കായി മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പ്രതീകമാണ്, പ്രതിനിധിയാണ്. ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ഭൗതികമായ സാധ്യതകളും ഉള്ളവൻ ദുരിതത്തിലായിരിക്കുന്ന അവസ്ഥ പരിതാപകരമാണ്. ജീവിത സുരക്ഷിതം ഭൗതികമായ ഇടങ്ങളിൽ കണ്ടെത്തുവാൻ ശ്രമിച്ച് ദുരിതപൂർണമായ ജീവിതത്തിലായിരിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. സക്കായിയുടെ ജീവിതം നാം നിരീക്ഷിക്കുകയാണെങ്കിൽ സക്കായിക്ക് ഒരു നല്ല പേരുണ്ടായിരുന്നു. ഈ പേരിൻ്റെ അർത്ഥം ശുദ്ധിയാക്കപ്പെട്ടവൻ എന്നാണ്. സക്കായി പ്രമുഖ ചുങ്കം പിരിവുകാരനും നല്ല തൊഴിൽ ഉണ്ടായിരുന്നവനുമായിരുന്നു. അയാൾ വളരെ സമ്പന്നനായിരുന്നു. പേരിലും തൊഴിലിലും സമ്പാദ്യത്തിലും ഉന്നത നിലയിലായിരുന്നവൻ. ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും ജീവിതത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നവൻ, ഹൃദയത്തിൽ സന്തോഷമില്ലാതിരുന്നവൻ. ഈ സക്കായിയുടെ ജീവിതമാണ് യേശുക്രിസ്തുവുമായുള്ള അഭിമുഖീകരണത്തിലൂടെ രൂപാന്തരത്തിന് അനുഭവത്തിൽ ആയിത്തീരുന്നത്. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഹൃദയത്തിൽ ശൂന്യത അനുഭവിക്കുന്ന സമൂഹത്തിന് പ്രതിനിധിയായിരുന്നു സക്കായി. മനസ്സിൻ്റെ ആഴങ്ങളിൽ വിമ്മിഷ്ട അനുഭവിച്ചിരുന്നവൻ. ഈ അനുഭവത്തിൽ സക്കായിയുടെ മനസ്സിൽ ആത്മീയദാഹവും ഉണ്ടായിരുന്നു. മനസ്സിൽ പലതും കരുതിയിരുന്നവരെ യേശു പിറച്ചൊല്ലി വിളിക്കുന്നു. ലോക പ്രധാനമായി കരുതിയാലും യേശു പ്രാധാന്യമുള്ളവരായി നമ്മെ കരുതും. യേശുവും സക്കായും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ ദൈവം ഇസ്രായേലിനുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമാണ് സക്കായി എന്നും വ്യക്തമാക്കപ്പെടുന്നു. നമ്മുടെ പ്രാധാന്യം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പേരിലും പദവിയിലുമല്ല, നേട്ടങ്ങളിലും സമ്പത്തിലുമല്ല, ദൈവത്തിലാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. സക്കായി ക്രിസ്തുവിൽ പുതിയ ജീവിതവും ശരിയായ സുരക്ഷിതത്വവും കണ്ടെത്തുന്നു. തൻ്റെ സമ്പാദ്യം ദാനം ചെയ്യുന്നു. ചതിച്ചു വാങ്ങിയത് 4 ഇരട്ടി മടക്കി കൊടുക്കുന്നു. തൻ്റെ മാനസാന്തരം ജീവിതത്തിൽ പ്രകടമാക്കി. ജീവിതം മുഴുവൻ ധനത്തിനു വേണ്ടി ജീവിച്ചവൻ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ നീതിരഹിതമായി നേടിയതെല്ലാം തിരികെ നൽകുവാൻ തയ്യാറായി. ധന്യമായ ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകയായി സക്കായി മാറുന്നു. നമ്മെയും നമുക്കുള്ള സകലത്തെയും ക്രിസ്തുവിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിനെ കണ്ടെത്തിയിട്ടും ജീവിതത്തിൽ മാറ്റമില്ലാത്ത അവസ്ഥ വളരെ ദയനീയമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രൂപാന്തരത്തിന് അനുഭവം ഉണ്ടെങ്കിൽ നാം ധന്യരാണ്. കർത്താവ് അത് നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ ചോദിക്കുന്നു: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് രൂപാന്തരത്തിന് അനുഭവമുള്ളവരായി ജീവിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കുമ്പോൾ സ്വർഗീയ സന്തോഷം പ്രാപിക്കുന്നവരായി നമുക്ക് തീരുവാൻ സാധിക്കും.